നമസ്കാരം. റഷ്യൻ സൈനികർ സ്വന്തം സഹപ്രവർത്തകരുടെ മൃതദേഹങ്ങൾ ഭക്ഷിക്കുന്നുവെന്ന ഗുരുതര ആരോപണവുമായി യുക്രൈൻ. കടുത്ത പട്ടിണി മൂലം റഷ്യൻ സൈനികർ മനുഷ്യമാംസം തിന്നുന്നുവെന്നാണ് യുക്രൈൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട 5ഓളം സംഭവങ്ങൾക്ക് തെളിവുകളുണ്ടെന്നും രഹസ്യാന്വേഷണ വിഭാഗം അവകാശപ്പെടുന്നു. സീനിയർ റഷ്യൻ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളും ചില ചിത്രങ്ങളും ഇതിന് തെളിവായി യുക്രൈൻ ചൂണ്ടിക്കാട്ടുന്നു. 5 വ്യത്യസ്ത സംഭവങ്ങളിലായി റഷ്യൻ സൈനികർ സഹപ്രവർത്തകരെ ഭക്ഷിച്ചതായി സൈനികരും കമാൻഡർമാരും തന്നെ ആരോപിച്ചിട്ടുണ്ടെന്ന് സൺഡേ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് യുക്രൈനിയൻ ഇന്റലിജൻസ് വൃത്തങ്ങൾ അറിയിച്ചു. യുദ്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനായി സൈബർ സുരക്ഷാ വിദഗ്ധർ ടെലിഗ്രാമിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ തെളിവുകൾ ലഭിച്ചതെന്നും യുക്രൈൻ ഉദ്യോഗസ്ഥർ പറയുന്നു. മുടന്തൻ എന്നർത്ഥം വരുന്ന ക്രോമോയ് എന്ന കോൾ സൈനിലുള്ള ഒരു സൈനികൻ തന്റെ 2 സഹപ്രവർത്തകരെ കൊലപ്പെടുത്തുകയും അവരിൽ ഒരാളുടെ ശരീരഭാഗങ്ങൾ ഭക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന ഗുരുതരമായ ആരോപണമാണ് അതിലൊന്ന്. 2025 നവംബറിൽ ഡൊണറ്റ്സ് മേഖലയിലെ മിർനോഹാഡ്രിന് സമീപം 2 സഹപ്രവർത്തകരെ കൊലപ്പെടുത്തിയ ശേഷം ഒരാളുടെ ശരീരഭാഗം ഭക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ പിടിക്കപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. 5ാം സെപ്പറേറ്റഡ് ഗാർഡ്സ് മോട്ടോർ റൈഫിൾ ബ്രിഗേഡിലെ 95ാം റെജിമെന്റിലായിരുന്നു ഇയാൾ സേവനമനുഷ്ഠിച്ചിരുന്നതെന്നും പറയപ്പെടുന്നു. മറ്റൊരു ടെലിഗ്രാം സന്ദേശത്തിൽ പേര് വെളിപ്പെടുത്താത്ത ഒരു ഉദ്യോഗസ്ഥൻ ബ്രിഗേഡിന്റെ നിരീക്ഷണ ബറ്റാലിയൻ ഡെപ്യൂട്ടി കമാൻഡർ ലഫ്റ്റനന്റ് റാസിക്കോ വ്ളാഡിസ്ലാവ് അബ്ദുൽ ഖലിഗോവിച്ചിന് ഈ നരഭോജനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറി. ഈ സന്ദേശത്തിൽ ഒരു ഫോട്ടോയും കടുത്ത പോഷകാഹാരക്കുറവുള്ള ഒരു സൈനികന്റെ ചിത്രങ്ങളും ഉൾപ്പെട്ടിരുന്നുവെന്നും യുക്രൈൻ ഇന്റലിജൻസ് കൂട്ടിച്ചേർത്തു. അതിർത്തിയിലെ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യങ്ങളിൽ സൈനികർ കടുത്ത പട്ടിണിയിലായിരുന്നതിനാലാണ് ഇത്തരം അതിക്രമങ്ങൾക്ക് മുതിർന്നതെന്നും യുക്രൈൻ ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നു. മറ്റ് സമാനമായ സംഭവങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ മറ്റ് ടെലിഗ്രാം സംഭാഷണങ്ങളിലുണ്ടെന്നും പറയപ്പെടുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിൽ 3 ഒരു സന്ദേശത്തിൽ മോസ്റ്റ് എന്ന കോൾ സൈനുള്ള ഒരു സൈനികൻ ബഗ്മുദിന് സമീപമുള്ള ബങ്കറിൽ മറ്റൊരു സൈനികനോടൊപ്പം കഴിയുന്നതിനുള്ള അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. അവനൊരു മനുഷ്യനായിരുന്നെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഇവിടെ കഴിയാമായിരുന്നു, പക്ഷേ അവൻ ഒരു ശവശരീരം ഭക്ഷിച്ചു, മനുഷ്യമാംസം തിന്നുന്നുവെന്നായിരുന്നു അയാളുടെ വെളിപ്പെടുത്തൽ. അങ്ങനെയുള്ള ഒരാൾ എൻ്റെ സമീപത്തേക്ക് വരുന്നത് എനിക്കിഷ്ടമല്ല എന്നായിരുന്നു അയാളുടെ വാക്കുകൾ. കഴിഞ്ഞ ഡിസംബറിൽ ഒരു ബ്രിഗേഡ് ചീഫ് ഓഫ് സ്റ്റാഫ് അയച്ച മറ്റൊരു സന്ദേശത്തിൽ സൈനികർക്ക് ഇപ്രകാരം നിർദ്ദേശം നൽകിയതായും പറയപ്പെടുന്നു. മദ്യം പാടില്ല, മയക്കുമരുന്ന് പാടില്ല, തിരിച്ചറിയൽ രേഖകളില്ലാതെ കറങ്ങി നടക്കരുത്, നരഭോജനം പാടില്ല എന്നായിരുന്നു ആ സന്ദേശം. ലണ്ടനിലെ റഷ്യൻ എംബസി യുക്രൈൻ്റെ ഈ ആരോപണങ്ങളോട് പ്രതികരിക്കാൻ വിസമ്മതിച്ചതായി സൺഡേ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതെല്ലാം തന്നെ യുക്രൈനിയൻ മിലിറ്ററി ഇന്റലിജൻസ് കെട്ടിച്ചമച്ചതാണെന്നും വസ്തുതകൾ ശേഖരിക്കലല്ല മറിച്ച് പ്രചാരണം നടത്തുകയാണ് അവരുടെ പണിയെന്നും അവർ പരിഹസിച്ചു. അതേസമയം രഹസ്യാന്വേഷണ വിവരങ്ങൾ കൃത്യമാണെങ്കിൽ ഈ സംഭവങ്ങൾ ഒറ്റപ്പെട്ടതാകാമെന്നുമാണ് വിലയിരുത്തൽ. വിതരണ മാർഗ്ഗങ്ങൾ തടസ്സപ്പെടുകയും ഭക്ഷണത്തിന് കടുത്ത ക്ഷാമം നേരിടുകയും ചെയ്ത അതിശൈത്യകാലത്താണ് ഇവ നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അന്ന് നഗരങ്ങളിലെ പോരാട്ടവും കഠിനമായ ശൈത്യകാലവും ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുന്നതിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും മുതിർന്ന യുക്രൈൻ സൈനിക വൃത്തങ്ങൾ പ്രതികരിച്ചു. എന്നാൽ റഷ്യയുടെ കാർഷിക ശേഷിയും ഡ്രോണുകൾ വഴി സാധനങ്ങൾ എത്തിക്കാനുള്ള സൗകര്യം കണക്കിലെടുക്കുമ്പോൾ ഇത്തരം റിപ്പോർട്ടുകൾ ആശ്ചര്യമുണ്ടാക്കുന്നുവെന്നും അവർ പ്രതികരിച്ചു. എന്നിരുന്നാലും കാലാവധി കഴിഞ്ഞ റേഷൻ പാക്കറ്റുകൾ ലഭിക്കുന്നുണ്ടെന്നും ദീർഘകാലത്തേക്ക് ഭക്ഷണമില്ലാതെ യൂണിറ്റുകൾ ബുദ്ധിമുട്ടുന്നുണ്ടെന്നും റഷ്യൻ സൈനികരിൽ നിന്ന് തന്നെ ആവർത്തിച്ച് പരാതികൾ ഉയർന്നിട്ടുണ്ട്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ ചില സൈനികർക്ക് 2002 കാലാവധി കഴിഞ്ഞ ഭക്ഷണപ്പൊതികളാണ് നൽകിയതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഭക്ഷണത്തിനായി റഷ്യൻ സൈനികർ കടകളും വീടുകളും കൊള്ളയടിക്കുന്ന ദൃശ്യങ്ങൾ 2023 യുക്രൈനിയൻ സുരക്ഷാ സേനയായ SBU പുറത്തുവിട്ടിരുന്നു. പിടിക്കപ്പെട്ട സൈനികരിൽ പലരും തങ്ങൾ പട്ടിണിയിലായിരുന്നുവെന്ന് അവകാശപ്പെടുന്നതായി യുക്രൈൻ പറയുന്നു. കൂടാതെ 10,000-ഓളം റഷ്യൻ സൈനികർ ആയുധം വെച്ച് കീഴടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും കഴിഞ്ഞ 1 വർഷത്തിനിടെ സംഭവിച്ചതാണെന്നും അവർ അവകാശപ്പെടുന്നു. റഷ്യൻ സൈനികരുടെ ചോർത്തിയെടുത്ത സന്ദേശങ്ങൾ ഇതിനു മുമ്പും യുക്രൈൻ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിലും അവയെല്ലാം കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് റഷ്യ ചെയ്യുന്നത്.